അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഏലപ്പാറ വാഗമൺ റോഡ് ബോണാമിയിൽ നിന്നും തിരിഞ്ഞ് കോലാഹലമേട്ടിലേക്ക് ചെല്ലുന്ന 6.74 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ റോഡ് മൺവഴിയായിരുന്നു. ഡീൻ കുര്യാക്കോസ് എംപിയുടെ ശ്രമഫലമായാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. 10 കലുങ്കുകൾ 5 കോസ്വേ അടക്കമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം പണികൾ നിലയ്ക്കുന്ന സാഹചര്യത്തിലെത്തി. ഇപ്പോൾ പണികൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഏലപ്പാറയിലെ തോട്ടം മേഖലയിലൂടെ കടന്നു പോകുന്ന പാതയാണിത്. വാഗമണിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈൻ വാലി, മൊട്ടക്കുന്ന്, പാലൊഴുകുംപാറ, വരയാടുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. കൂടാതെ മേഖലയിലെ വികസനത്തിനും ഈ റോഡിന്റെ സാന്നിധ്യം വഴിവെക്കും. ഏലപ്പാറ വാഗമൺ പ്രധാന റോഡിൽ ഗതാഗത തടസ്സമുണ്ടായാൽ സമാന്തര പാതയായും ഈ റോഡ് ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 2024 PMROI ഫണ്ട് വഴി ബോണാമിൽ നിന്ന് കാവുക്കുളം വഴി പാലൊഴുകുംപാറ പോയി വാഗമണ്ണ് പോകാൻ എളുപ്പത്തിലുള്ള റോഡാണ് നമ്മളിത് കാണുന്നത്. ഈ റോഡിൻ്റെ പണി 2024 തുടങ്ങിയ ആദ്യത്തെ 6 മാസം നല്ല രീതിക്ക് നടന്നത്. അത് കഴിയുമ്പോൾ ഈ കോൺട്രാക്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് റോഡിൻ്റെ പണി അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി. ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ പണി പുനരാരംഭിച്ചില്ലെങ്കിൽ BMS ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. നിർമ്മാണത്തിന്റെ ഭാഗമായ റോഡിന്റെ പല ഇടങ്ങളിലും മണ്ണ് ഇളക്കിയുള്ള നിർമ്മാണവും നടന്നിരുന്നു. മഴ ശക്തമായതോടെ ഈ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ വലിയ ചെളിക്കുണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കാൽനട വാഹനയാത്ര വരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളും പ്രായമായവരുമല്ല ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ്. ഇവരെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.